നമസ്കാരം. പുതിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സെലക്ട് ചെയ്യുന്നത് നിങ്ങളാണെന്ന് വിചാരിക്കുക. അപ്പോൾ 2 പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഒന്ന് ഇപ്പോൾ കറൻ്റ്ലി ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള 25 പേരുടെ ലിസ്റ്റ്. അതുകൂടാതെ IPLൻ്റെ 10 ടീമുകളുണ്ടല്ലോ, അതിൽ കളിക്കുന്ന 170 ഇന്ത്യൻ കളിക്കാരുണ്ട്, അവരുടെ ലിസ്റ്റ്. പൈത്തൺ സെറ്റ് ഓപ്പറേഷൻസ് യൂസ് ചെയ്ത് ഈ 2 ലിസ്റ്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്താണ് പൈത്തൺ സെറ്റ്, അതുപോലെ എന്തൊക്കെയാണ് പൈത്തൺ സെറ്റ് ഓപ്പറേഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെറ്റ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഡിക്ഷണറി പോലെയുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. സെറ്റിനകത്ത് ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് ഓർഡറൊന്നും വേണ്ട, പക്ഷേ ലിസ്റ്റിലെ വാല്യൂസ് എപ്പോഴും യുണീക്ക് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റിനകത്ത് ഒരേ വാല്യൂ തന്നെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ലിസ്റ്റായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെറ്റിനകത്തെ ഓരോ എലമെൻറ്റിനും ഒരു ഇൻഡെക്സ് നമ്പറില്ല. സെറ്റ് മ്യൂട്ടബിൾ ആണ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റിലേക്ക് നമുക്ക് പുതിയ വാല്യൂ ആഡ് ചെയ്യാനും ഉള്ള വാല്യൂസിനെ റിമൂവ് ചെയ്യാനും പറ്റും. പക്ഷേ ലിസ്റ്റിൽ ഓൾറെഡി ഉള്ള വാല്യൂസിനെ മോഡിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെയും IPL പ്ലെയേഴ്സിൻ്റെയും ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ് സ്ക്രീനിൽ കാണുന്നത്. ഇന്ത്യൻ ടീം ഈക്വൽ ടു എന്ന് പറഞ്ഞ് കേളി ബ്രാക്കറ്റിനകത്താണ് നമുക്ക് ആവശ്യമുള്ള സെറ്റ് എലമെൻസിനെ കൊടുക്കുന്നത്. ഇവിടെ രോഹിത് ശർമ്മ, കോഹ്ലി, ജഡേജ അങ്ങനെ പേരുകൾ കൊടുത്തിട്ടില്ലേ, എല്ലാം കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുമ്പോഴും കേളി ബ്രാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡിക്ഷണറിക്കകത്ത് കീ വാല്യൂ പെയേഴ്സാണ് സ്റ്റോർ ചെയ്യാറ്. ഇവിടെ ലിസ്റ്റ് പോലെ സിംഗിൾ എലമെൻറ്റ്സ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ IPL പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേറൊരു മെത്തേഡ് കൂടെ ഉണ്ട്, സെറ്റ് ഫംഗ്ഷൻ. ഇന്ത്യൻ ടീം ഈക്വൽ ടു എന്ന് പറഞ്ഞ് കണ്ടോ, സെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് നമുക്ക് ആവശ്യമുള്ള വാല്യൂസിനെ ഒരു ലിസ്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് സ്റ്റാർട്ട് ചെയ്ത് സ്ക്വയർ ബ്രാക്കറ്റിൽ എൻഡ് ചെയ്തിരിക്കുന്നു. IPL പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തതും നിങ്ങൾക്ക് കാണാം. അപ്പോൾ സെറ്റ് ഫംഗ്ഷൻ അതിനകത്തേക്ക് പാസ് ചെയ്യുന്ന എലമെൻസിൻ്റെ ലിസ്റ്റിനെ സെറ്റാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. നിങ്ങൾക്ക് ലിസ്റ്റിന് പകരം ട്യൂപ്പിൾ, അതുപോലെ ഏത് ഐറ്ററബിൾ ഒബ്ജക്റ്റിനെയും ഈ സെറ്റ് ഫംഗ്ഷനകത്തേക്ക് പാസ് ചെയ്യാം. അപ്പോൾ 2 പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റും ഇവിടെ ക്രിയേറ്റ് ചെയ്തു. കോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ empty സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള എലമെൻസിനെ പിന്നീട് ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഒരു empty സെറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളെപ്പോഴും സെറ്റ് ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യണം. കേളി ബ്രാക്കറ്റ്സ് യൂസ് ചെയ്താൽ അത് ഡിക്ഷണറിയാണ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 2 എക്സാമ്പിൾ കണ്ടോ. ഇവിടെ ന്യൂ empty സെറ്റ് 1 എന്ന് പറഞ്ഞ സെറ്റ് ക്രിയേറ്റ് ചെയ്തു. ഞാനിവിടെ സെറ്റ് empty ആയിട്ടുള്ള ഒരു ബ്രാക്കറ്റ് കൊടുത്തു, പ്രിൻറ്റ് ചെയ്തു. അതിൻ്റെ ടൈപ്പ് പ്രിൻറ്റ് ചെയ്തപ്പോൾ ഇവിടെ സെറ്റ് എന്ന് പ്രിൻറ്റ് ചെയ്തു അല്ലേ. അതേസമയം ന്യൂ empty സെറ്റ് 2 എന്ന് പറഞ്ഞ് കേളി ബ്രാക്കറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഡിക്ഷണറിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ടൈപ്പ് പ്രിൻറ്റ് ചെയ്തപ്പോൾ ഡിക്ഷണറി എന്നാണ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ empty സെറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ എപ്പോഴും സെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ മറക്കരുത്. ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തല്ലോ, അതിലേക്ക് പുതിയൊരു പ്ലെയറെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോട്ട് ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് പ്ലെയറിൻ്റെ പേര് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ പ്ലെയറിനെ ഞാൻ ആഡ് ചെയ്തു, പ്രിൻറ്റ് ചെയ്തു, അത് കറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്തു. എന്നാൽ ഇതേ പ്ലെയറിൻ്റെ നെയിം തന്നെ ഒന്നുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ലിസ്റ്റിനകത്ത് അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ആഡ് ചെയ്യില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലിസ്റ്റ് സെറ്റിനകത്ത് യുണീക്ക് വാല്യൂസ് മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന്. നമ്മളിപ്പോൾ ഒരു പ്ലെയറുടെ പേരല്ലേ ആഡ് ചെയ്തത്, അതേസമയം നമുക്ക് ഒന്നിൽ കൂടുതൽ പ്ലെയേഴ്സിൻ്റെ പേര് ഒരേ സമയത്ത് ആഡ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുക. ഈ അപ്ഡേറ്റ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിനകത്ത് നമ്മളൊരു ഐറ്ററബിൾ ആയിട്ട് ഒരു ലിസ്റ്റായിട്ടാണ് ഈ പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 പ്ലെയേഴ്സിനെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആഡ് ചെയ്ത പ്ലെയറിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലോ, നമ്മുടെ സെറ്റിനകത്ത് ഒരു പ്ലെയറിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോട്ട് റിമൂവ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിനകത്ത് നമ്മൾ റിമൂവ് ചെയ്യേണ്ട പ്ലെയറിൻ്റെ പേരാണ് നമ്മൾ കൊടുക്കുന്നത്. റിമൂവിന് പകരം ഡിസ്കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ റിമൂവും ഡിസ്കാർഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഡിസ്കാർഡ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്ലെയറിൻ്റെ പേര് കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഡിസ്കാർഡാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ പ്ലെയറിൻ്റെ പേര് സെറ്റിലുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യും, ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേറൊന്നും കാണിക്കില്ല. അതേസമയം ഞാൻ റിമൂവ് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യും, ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു എലമെൻറ്റ് ഈ സെറ്റിനകത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു എറർ റിട്ടേൺ ചെയ്യും. അപ്പോൾ ആഡ് റിമൂവ് മെത്തേഡ്സ് യൂസ് ചെയ്ത് ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്തു. അപ്പോഴാണ് നമ്മളോടൊരു സെലക്ഷൻ കമ്മിറ്റി മെമ്പർ വന്നിട്ട് ചോദിച്ചത്, അജി എന്ന് പറഞ്ഞ ഒരാൾ IPL പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റിലുണ്ടോ നോക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു സെറ്റിനകത്ത് ഒരു എലമെൻറ്റ് ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റർ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ അജി ഇൻ IPL പ്ലെയേഴ്സ്, അതായത് സെറ്റ് നെയിം നമ്മൾ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുന്നത് ഫോൾസ് ആയിരിക്കും. കാരണം അജി IPL ടീമിലൊന്നും കളിക്കുന്നില്ലല്ലോ. അതേസമയം വിരാട് കോഹ്ലി
IPL കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലോ, അപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആയിരിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് എല്ലാ സെലക്ഷൻ കമ്മിറ്റി മെമ്പേഴ്സിനും എല്ലാ പ്ലെയേഴ്സിൻ്റെയും ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് യുണീക്ക് ലിസ്റ്റാണ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇന്ത്യൻ ടീം എന്ന് പറയുന്ന സെറ്റിനെയും IPL പ്ലെയേഴ്സ് എന്ന് പറയുന്ന സെറ്റിനെയും യൂണിയൻ ചെയ്യണമെങ്കിൽ, കമ്പൈൻ ചെയ്ത് ഒരു ഫൈനൽ ലിസ്റ്റ് എടുക്കണമെങ്കിൽ അതിനുവേണ്ടി യൂണിയൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യും. അത് പൈപ്പ് ക്യാരക്ടറാണ് നമ്മൾ യൂസ് ചെയ്യാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് സെറ്റിലെയും യുണീക്ക് ലിസ്റ്റ് ഓഫ് എലമെൻസിനെയാണ് നമുക്ക് കിട്ടുക. ഇവിടെ നോക്കിയാൽ കാണാം, രണ്ട് സെറ്റിലെയും എല്ലാ പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റും എടുത്ത് ഒരു യുണീക്ക് ലിസ്റ്റ് ഉണ്ടാക്കി നമുക്ക് റിട്ടേൺ ചെയ്തു. അപ്പോൾ വേറൊരു സെലക്ഷൻ കമ്മിറ്റി മെമ്പർ വന്നിട്ട് ചോദിച്ചു, ഈ രണ്ട് ഇന്ത്യൻ ടീമിലും IPL കളിക്കുന്ന പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റിന് വേണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ അനാലിസിസ് ചെയ്യുക. ഇൻ്റർസെക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ആംപർസാൻഡ് സിമ്പിളാണ്. അപ്പോൾ ഇന്ത്യൻ ടീം ആംപർസാൻഡ് IPL പ്ലെയേഴ്സ് എന്ന് കൊടുത്ത് പ്രിൻ്റ് ചെയ്ത് നോക്കിയേ. അപ്പോൾ നമുക്കിവിടെ വിരാട് കോഹ്ലി മാത്രമേ രണ്ടിലും കളിക്കുന്ന പ്ലെയർ ഉള്ളൂ. അപ്പോൾ എൻ്റെ സെറ്റിനകത്ത് ആകെ 5 പ്ലെയേഴ്സിനെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ കോഹ്ലി മാത്രമേ IPL ഇന്ത്യൻ ടീം മെമ്പറും ആയിട്ടുള്ള ആളുള്ളൂ. അപ്പോൾ ഇൻ്റർസെക്ഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് രണ്ട് സെറ്റിലുമുള്ള കോമൺ ആയിട്ടുള്ള എലമെൻസിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോഴാണ് വേറൊരാൾ വന്ന് ചോദിച്ചത്, IPL കളിക്കാത്ത ഇന്ത്യൻ ടീം മെമ്പേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് വേണം. ഇന്ത്യൻ ടീമിലുണ്ട്, പക്ഷെ അവർ IPL കളിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഡിഫറൻസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം, മൈനസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. അതായത് ഇന്ത്യൻ ടീം മൈനസ് IPL പ്ലെയേഴ്സ് എന്ന് കൊടുത്താൽ മതി. ഈ ലിസ്റ്റിനകത്ത് 4 പേരേ ഉള്ളൂ. കോഹ്ലി ഇതിനകത്തില്ല, കാരണം കോഹ്ലി IPL കളിക്കുന്നുണ്ടെന്ന് നമ്മൾ ഇൻ്റർസെക്ഷൻ ഓപ്പറേറ്റർ വെച്ചപ്പോൾ കണ്ടുപിടിച്ചിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് സെറ്റുകളുടെ സിമെട്രിക് ഡിഫറൻസ് ആണ്. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിൽ കുറേ പ്ലെയേഴ്സ് ഉണ്ട്, IPL കുറേ പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു ലിസ്റ്റിൽ മാത്രം വരുന്ന ആളുകളുടെ ലിസ്റ്റ് വേണം. അതായത് ഇന്ത്യൻ ടീമിലുണ്ട്, അവർ IPL കളിക്കുന്നില്ല. അതുപോലെ IPL പ്ലെയറാണ്, പക്ഷേ ഇന്ത്യൻ ടീമിലില്ല. അങ്ങനെ ഉള്ള ആൾക്കാരുടെ പേര് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ സിമെട്രിക് ഡിഫറൻസ് യൂസ് ചെയ്യാം. അപ്പോൾ സിമെട്രിക് ഡിഫറൻസിന് വേണ്ടിയാണ് ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ ടീം സിമെട്രിക് ഡിഫറൻസ് ഓപ്പറേറ്റർ IPL പ്ലെയേഴ്സ് എന്നിട്ട് റൺ ചെയ്താൽ അങ്ങനെ ഒരു ലിസ്റ്റിൽ മാത്രം വരുന്ന 8 പേരുടെ വേറൊരു പുതിയൊരു ലിസ്റ്റ് നമുക്ക് കിട്ടി. അപ്പോഴാണ് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കിട്ടിയത്. എന്താണ്? ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞാൽ IPL കളിക്കുന്ന എല്ലാ കളിക്കാരുടെയും ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സബ്സെറ്റാണോ ഇന്ത്യൻ ടീം എന്ന് പറയുന്നത്? അതായത് എല്ലാ ഇന്ത്യൻ ടീം മെമ്പേഴ്സും IPL കളിക്കുന്ന ആൾക്കാരാണോ? അതിനുവേണ്ടി നമുക്ക് സബ്സെറ്റ് ചെക്ക് ചെയ്യാം. ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ കണ്ടോ? ലെസ് ദാനും ഈക്വൽ ടുവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് സബ്സെറ്റ് ചെക്കിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുന്നത് ഇന്ത്യൻ ടീമിലുള്ള എല്ലാ കളിക്കാരും IPL കളിക്കുന്നുണ്ടോ? നമുക്കിവിടെ പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഫോൾസ്. അതേസമയം ഇതിൻ്റെ റിവേഴ്സാണ് സൂപ്പർ സെറ്റ് ചെക്ക് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമുക്ക് നേരെ ഈ ഓപ്പറേറ്റർ റിവേഴ്സ് ചെയ്താൽ മതി ഓപ്പറേറ്ററിനെ. അതായത് ഇവിടെ നോക്കുന്നത് എന്തായിരിക്കും? IPL ഇന്ത്യൻ ടീം മെമ്പേഴ്സ് മാത്രമാണോ കളിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സൂപ്പർ സെറ്റ് ചെക്കിങ് നടത്താം. അപ്പോൾ വേറൊരു സെലക്ഷൻ കമ്മിറ്റിയിലെ വേറൊരു മെമ്പർ വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ഓക്കെ ഞാൻ ഒരു ലിസ്റ്റ് തരാം, അത് ഇന്ത്യൻ ടീമിലുള്ള ആൾക്കാരാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ആളൊരു ലിസ്റ്റ് തന്നു. ഇവിടെ കണ്ടു, രോഹിത് ശർമ്മ, കോഹ്ലി, ജസ്പ്രീത്, ഇങ്ങനെ 3 ആളുടെ ലിസ്റ്റ് തന്നിട്ട് ഇവരതിലുണ്ടോ നോക്കാൻ പറഞ്ഞു ഇന്ത്യൻ ടീമിൽ. അപ്പോൾ അത് ഒരു സബ്സെറ്റ് ചെക്കിങ്ങാണ്. അപ്പോൾ അതിനെന്താ ചെയ്ത് നമ്മളൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് സബ്സെറ്റ് ചെക്കിങ് നടത്തുക. സബ്സെറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? സബ്സെറ്റ് ലെസ് ദാൻ ഈക്വൽ ടു ഇന്ത്യൻ ടീം. ഓക്കെ, കറക്റ്റാണ്. ഈ 3 പേരും ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ആൾക്കാരാണ്. ഇനി നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്തെ നമുക്ക് ഒരു ലിസ്റ്റിൽ നിന്നും വേറെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി കോപ്പി എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ന്യൂ ഇന്ത്യൻ ടീം ഈക്വൽ ടു ഇന്ത്യൻ ടീം ഡോട്ട് കോപ്പി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടീമിൻ്റെ ഒരു കോപ്പി ന്യൂ ഇന്ത്യൻ ടീം എന്നുള്ള പേരിൽ ഒരു പുതിയ സെറ്റ് ക്രിയേറ്റ് ചെയ്യും. അതിന് ഷാലോ കോപ്പി എന്നാണ് പറയാം. ഷാലോ കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ ഇന്ത്യൻ ടീം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ്. അതിനകത്ത് വരുത്തുന്ന ചേഞ്ച് ഇന്ത്യൻ ടീമിലൊന്നും അഫക്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് കാണാം 2 സെറ്റിലെയും എലമെൻറ്റ്സ് സെയിം ആണ്. ഇനി എല്ലാ ഓപ്പറേഷൻസും കഴിഞ്ഞു, എല്ലാ സെറ്റ് ഓപ്പറേഷൻസും കഴിഞ്ഞ് നമ്മുടെ ലിസ്റ്റ് സെറ്റിലെ എല്ലാ എലമെൻറ്റ്സും റിമൂവ് ചെയ്യണമെങ്കിൽ ഡോട്ട് ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഇന്ത്യൻ ടീം ഡോട്ട് ക്ലിയർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടീമിലെ എല്ലാ എലമെൻറ്റ്സിനെയും റിമൂവ് ചെയ്തു. കണ്ടോ? അത് പ്രിൻറ്റ് ചെയ്തപ്പോൾ ഇവിടെ empty സെറ്റാണ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് പോലെയുള്ള ആ ടൈപ്പിലുള്ള ഡാറ്റ സെറ്റുകളെ കമ്പയർ ചെയ്യാനും അതുപോലെ അത് യൂസ് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള അനാലിസിസ് ചെയ്യുവാനും ഒക്കെ പൈത്തൺ സെറ്റ്സ് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്.
മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.